ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ ചില മണ്ഡലങ്ങളിൽ മഹാസഖ്യം നേർക്കുനേർ. സീറ്റ് ധാരണ പ്രഖ്യാപിക്കാൻ ആകാത്തതാണ് ഇന്ത്യ സഖ്യം നേരിടുന്ന പ്രതിസന്ധി. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി പൂർത്തിയാകുന്നതിന് മുൻപ് ധാരണയിൽ എത്താനാണ് ഇന്ത്യ സഖ്യത്തിന്റെ ശ്രമം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ആർ രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ശരിക്കും മഹാസഖ്യത്തിൽ സംഭവിക്കുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ഇതുവരെ ധാരണയിലെത്താൻ മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. വലിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുന്നു. പല സീറ്റുകളിലും കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അത് വിട്ടു നൽകാൻ RJD തയ്യാറുമല്ല. ഇതാണൊരു പരസ്യ പ്രഖ്യാപനം നടത്താൻ കഴിയാതെ ഇന്ത്യ സഖ്യത്തിന് സാധിക്കാത്തത്. ഏതായാലും ഇന്നലെ പത്രികാ സമർപ്പണമായിരുന്നു ആദ്യഘട്ടത്തിന്റെ 121 മണ്ഡലങ്ങൾ. അത് കഴിയുമ്പോൾ തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഒരു ധാരണ കുറവുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കാര്യങ്ങൾ. കാരണം പല മണ്ഡലങ്ങളിലും നേർക്കുനേർ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ തന്നെ വരുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഏതാണ്ട് 6-ലധികം മണ്ഡലങ്ങളുടെ കണക്ക് ഇപ്പോൾ നമ്മുടെ കൈവശമുണ്ട്. വൈശാലിയിലേക്ക് പോകുമ്പോൾ വൈശാലിയിൽ RJD നേതാവും കോൺഗ്രസും അവിടെ പത്രിക നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സഞ്ജീവ് കുമാർ പത്രിക നൽകുമ്പോൾ RJD അജയ് കുശ്വാഹ അവിടെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാൻ പത്രിക നൽകിയിരിക്കുകയാണ്. സമാനമായ സാഹചര്യം തന്നെയാണ് വൈശാലി ജില്ലയിലെ ലാൽഗഞ്ച് മണ്ഡലത്തിലും ഉള്ളത്. അവിടെ പ്രാദേശികമായി വലിയ സ്വാധീനമുള്ള മുന്ന ശുക്ല എന്ന് പറയുന്ന നേതാവ് RJD ടിക്കറ്റിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ കോൺഗ്രസും അവിടെ ആദിത്യ കുമാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. ബച്ച്വാരയിലും സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇത് കേവലം കോൺഗ്രസും RJDയും തമ്മിലുള്ള പ്രശ്നമല്ല. മുകേഷ് സൈനിയുടെ VIP അവർക്ക് 15 സീറ്റ് നൽകി എന്ന ധാരണയായി എന്ന വാർത്തകൾ ഇന്നലെ പുറത്തു വന്നതാണ്. പക്ഷേ VIPക്കെതിരെയും സ്ഥാനാർത്ഥി മഹാസഖ്യത്തിന്റെ തന്നെ സ്ഥാനാർത്ഥി വരുന്നുണ്ട്. അവിടെ RJD ആണ് VIPക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. ഗൗര ബർവാം എന്ന് പറയുന്ന മണ്ഡലത്തിൽ. ഇത്തരത്തിൽ പലയിടത്തും വലിയ തോതിൽ വിമത ഭീഷണി ഇന്ത്യ സഖ്യം നേരിടുന്നു. CPM-ലും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ വരുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെ ഏതാണ്ട് 6-ലധികം മണ്ഡലങ്ങളുടെ കണക്കുകൾ ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഏതായാലും ഇനി പത്രിക ഇന്ന് സൂക്ഷ്മപരിശോധന നടക്കുന്നു. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ബാക്കിയുണ്ട്. അതിനു മുമ്പെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുക എന്തായിരിക്കും ഇന്ത്യ സഖ്യം ഇനിയുള്ള നീക്കം. പക്ഷേ ചില സീറ്റുകൾ, പ്രത്യേകിച്ച് വിജയസാധ്യതയുള്ള സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് പോകാൻ ഏതായാലും ഇന്ത്യ സഖ്യത്തിന് കഴിയാതെ പോകുന്നത്. NDAയിലും സമാനമായ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം പരിഹരിക്കാൻ NDAക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടഞ്ഞു നിന്ന നേതാക്കൾക്കൊക്കെ തന്നെ രാജ്യസഭാ സീറ്റോ അല്ലെങ്കിൽ MLC അടക്കമുള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ NDAക്ക് സാധിച്ചു. അപ്പോൾ പോലും ആദ്യഘട്ടത്തിൽ ബീഹാറിൽ യാത്രയൊക്കെ നടത്തി തന്നെ ആദ്യം കളം പിടിച്ച ഇന്ത്യ സഖ്യത്തിന് അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് നടത്താൻ ഇതുവരെ സാധിച്ചില്ല എന്നതാണ് മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഘട്ടത്തിൽ. ആര്യ, തീർച്ചയായും ആർ രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.